പുലർച്ചെ 2 തവണയാണ് UAE കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 1 മണിക്കൂറിനിടെ 2 തവണ അലേർട്ട് ലഭിക്കുകയും UAEയിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത് അബുദാബിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അബുദാബിയിൽ പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ടുള്ള ഖലീഫ എക്കണോമിക് സോൺസ് അബുദാബി, അവിടെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇത് ബാലിസ്റ്റിക് മിസൈൽ തകർത്തതുമായി ബന്ധപ്പെട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന്, അല്ലെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടായതെന്ന് അബുദാബി മീഡിയ സെന്റർ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നു. അതിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അവർക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഇഞ്ചുറി വരെ ഏറ്റിട്ടുണ്ട്. അതായത് ഏതാണ്ട് സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ 5 പേരും ഇന്ത്യക്കാരാണ് എന്നും പറയുന്നുണ്ട്. നേരത്തെ ഇന്നലെ അബുദാബിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരൻ മരിക്കുന്നു, ഒരു പാകിസ്ഥാൻകാരൻ മരിക്കുന്നു, ഒപ്പം തന്നെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അപ്പോൾ ഈ ഇന്റർസെപ്ഷൻ നടത്തിയ ശേഷം പിന്നീട് ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണുണ്ടാകുന്ന അപകടം അത് തുടർച്ചയായ ദിവസങ്ങളിൽ UAEയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഈ അലേർട്ടുകളോട് നേരത്തെ ഉണ്ടായിരുന്ന അത്ര ഒരു ജാഗ്രത ഇപ്പോൾ പൊതുജനങ്ങൾ സ്വീകരിക്കുന്നില്ല. ആളുകൾ ഒരു അലേർട്ടിനെ അതിന്റെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി കാണുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും 2 തവണ UAE കേന്ദ്രീകരിച്ച് രാവിലെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ബഹ്റൈൻ കേന്ദ്രീകരിച്ചും 2 തവണയാണ് രാവിലെ ആക്രമണം ഉണ്ടായത്. സൗദിയിൽ 1 തവണ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ന് രാവിലെയും ഏതാണ്ട് കഴിഞ്ഞ മാസം ഇതേ തീയതി തുടങ്ങിയ ആക്രമണം ഇത്തരത്തിൽ മാർച്ച് 28 ആകുമ്പോഴും ഒരേ തരത്തിൽ തന്നെ ഇറാൻ ആക്രമണം തുടരുകയാണ്. അതിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്നു എന്നുള്ള വിവരം ഗൗരവതരമായിട്ടുള്ളതാണ്. കാരണം ഇത്രയധികം ആളുകൾക്ക് ഈ ഒരുമിച്ച് പരിക്കേൽക്കുന്ന സാഹചര്യം ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിലാണ് പ്രത്യേകിച്ച് UAEയിൽ ഉണ്ടാകുന്നത്. അതും ജനവാസ മേഖലയിൽ തന്നെ ഇത്തരത്തിൽ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ പതിച്ച് കൂടുതൽ പേർക്ക് ഈ പരിക്കേൽക്കുന്നു. ഒപ്പം തന്നെ ഈ വാഹനങ്ങളും മറ്റുമൊക്കെ കത്തി നശിക്കുന്ന വിവരങ്ങൾ ഈ 2 ദിവസം കൊണ്ടാണ് വരുന്നത്. എന്തായാലും ഇവിടെ ഈ തീയണച്ചതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. ഇതിൽ മലയാളികൾ ഉണ്ടോ എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം മരിച്ചയാൾ മലയാളിയല്ല എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ഔദ്യോഗികമായ അയാൾ ഏത് സ്വദേശിയാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. ഇന്ന് ഇത്തരത്തിൽ പരിക്കേറ്റവരും ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല.